ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേ സന്ദർശനത്തിനിടയിൽ നോർവീജിയൻ പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. ജോനാസ് ഗഹർ സ്റ്റോറുമായിട്ട് ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം ഇരു നേതാക്കളും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തക ഹെല്ലെ ലിങ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, പ്രധാനമന്ത്രി മോദി എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ നേരിടാത്തത് എന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനും ഒപ്പം അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനും വേണ്ടി തന്നെ കണക്കാക്കി വന്നൊരു മാധ്യമ പ്രവർത്തകയാണ് അവർ. അതിനുശേഷം അവരിതിൻ്റെ വീഡിയോ എടുത്തു. ആ വീഡിയോ തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ചോദ്യം അവഗണിച്ചതിൽ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ, അതായത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ നോർവേ 1-ാം സ്ഥാനത്തും ഇന്ത്യ 157-ാം സ്ഥാനത്തുമാണ് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ സഹകരിക്കുന്ന ഭരണാധികാരികളോട് ചോദ്യം ചോദിക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ് എന്നവർ കുറിക്കുന്നു. ഇതിപ്പോൾ വലിയ രീതിയിൽ മാധ്യമ വാർത്തകളും ചർച്ചയും ഒക്കെ ആയിട്ടുണ്ട്. പതിവ് പോലെ നമ്മുടെ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിലും ആ ഒരു പെൺകുട്ടി ഇട്ട ആ ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹെല്ലയുടെ ഈ പോസ്റ്റ് വൈറലായതോടെ നോർവേയിലെ ഇന്ത്യൻ എംബസി എക്സിലൂടെ അവർക്ക് മറുപടി നൽകി. അന്ന് വൈകുന്നേരം റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടലിൽ നടക്കുന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവർക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണം ലഭിക്കുന്നു. ഹെല്ലെ ഈ ക്ഷണം സ്വീകരിച്ച് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ച് നോർവീജിയൻ മാധ്യമ പ്രവർത്തകരും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജും തമ്മിൽ കടുത്ത വാദപ്രതിവാദങ്ങൾ നടന്നു. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള നോർവീജിയൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ സിബി ജോർജ് ശക്തമായി പ്രതികരിച്ചു. ഇന്ന് രാവിലെ തന്നെ ആ വീഡിയോ ഞാൻ പ്രേക്ഷകരോട് പങ്കുവച്ചതാണ്. അല്ലാതെയും ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, കാരണം അത് വളരെ വൈറലായ വീഡിയോ ആണ്. സിബി ജോർജ് തകർത്തു എന്ന് തന്നെ പറയാം. ഈ സംഭവം ഇന്ത്യയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികരിച്ചിരിക്കുകയുമാണ്. അപ്പോൾ മുൻകൂട്ടി നിശ്ചയിക്കാത്ത മാധ്യമ ചോദ്യങ്ങളെ നേരിടാൻ പ്രധാനമന്ത്രി തയ്യാറാകാത്തത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിനകത്ത് ആദ്യ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ യാത്ര എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് രാജ്യങ്ങൾ പോകാനുണ്ടായിരുന്നു. അതായത് അദ്ദേഹം നേരെ UAE പോകുന്നു, ആദ്യം നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇനി ഇറ്റലി പോകാനുണ്ട്. അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ പോകാനുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഇത് പൂർത്തിയാക്കി തിരിച്ച് നമ്മുടെ രാജ്യത്ത് വരാനുണ്ട്. ഇവിടെയും ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കാനുണ്ട്, യോഗങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ ടൈം എന്ന് പറയുന്നത് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ, തനിക്ക് വേണ്ടി സമയം കണ്ടെത്താതെ 24/7 എന്നപോലെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവരവിടെ പറയാൻ ശ്രമിച്ച എന്താണ്? മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ വളരെ പുറകിലാണ്, നോർവേ 1-ാമതാണ്. ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത്? ഇപ്പൊ സന്തോഷ സൂചിക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സന്തോഷ സൂചികയിൽ ഇന്ത്യയെക്കാൾ വളരെ മുന്നിലായിരുന്നു ബംഗ്ലാദേശുകൾ. ആ ഒരു പട്ടിക പുറത്തു വന്ന് 3-ന്റെ എന്താണ് ബംഗ്ലാദേശ് കലാപത്തിൽ ആവുന്നതും നമ്മൾ കണ്ടു. അവിടുത്തെ സന്തോഷം. 145 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യം, ഈ രാജ്യത്തെ ജനങ്ങൾ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ എന്ന് ഇവിടുത്തെ ഒരു 50 പേരുടെയോ 100 പേരുടെയോ 50,000 പേരുടെയോ സാമ്പിൾ എടുത്താൽ പോലും അങ്ങനെ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുകയില്ല. അത് മെജോറിറ്റി സന്തോഷത്തിലാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് ചോദിക്കണം. എന്തായാലും ഇന്നേ വരെ എന്നോടൊരാളും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇവരൊക്കെ എവിടത്തെ സാമ്പിൾ വെച്ചിട്ടാണ് ഇന്ത്യക്കാർ സന്തോഷത്തിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ഈ ലോകത്തെ ഏത് ജനതയാണ് അല്ലെങ്കിൽ പൂർണ്ണമായി സന്തോഷമുള്ളത്? നോർവേയിലുള്ള എല്ലാ ആളുകളും എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും എന്നാണോ വിചാരിക്കുന്നത്? മനുഷ്യന്മാരാകുമ്പോൾ ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് ആരാണ് നിശ്ചയിക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എന്തെല്ലാം പറഞ്ഞാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ, പ്രതിപക്ഷമൊക്കെ വിമർശിക്കുന്നത്? ഇന്ത്യ എമിറേറ്റ്സുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ആർക്കെങ്കിലും അവിടുത്തെ ഭരണാധികാരിയെ വിമർശിക്കാൻ കഴിയുമോ? ഒരക്ഷരം പറയാൻ പറ്റുമോ? പിറ്റേന്ന് അകത്താണ്, അടുത്ത സെക്കൻഡിലകത്താവും. ഇനി അതുപോലെ തന്നെ ചൈനയെ പോയിട്ട് ഷി ജിൻപിങ്ങിനെ അവിടെ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല, അകത്താവും. ഇനി നോർവേയിലോ അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുള്ള യൂറോപ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ രാജാവിനെയോ അല്ലെങ്കിൽ രാജാവിന്റെ വീട്ടിലുള്ള ആരെങ്കിലോ തെറി വിളിച്ചാൽ മിണ്ടാതെ നടക്കാൻ പറ്റുമെന്നാണോ? ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരാണ് തീരുമാനിക്കുന്നത്? എല്ലായിടത്തും സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങളുണ്ട്. പരിപൂർണമായ സ്വാതന്ത്ര്യം എവിടെയുമില്ല. ഏതെങ്കിലും ഒരു രാജ്യത്ത് ആരെ എന്തും വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്തും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇപ്പോൾ നോർവേയിലെ ആ മാധ്യമ പ്രവർത്തകയെ അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും പുളിച്ച തെറി വിളിക്കാൻ പറ്റുമോ? വിളിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാവില്ലേ? അപ്പോൾ അത് അങ്ങനെ ഒരാൾ തെറി വിളിക്കുമ്പോൾ ആ തെറി വിളിക്കുന്ന ആളെ പിടിച്ച് ജയിലിലിട്ടാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാവില്ലേ? വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാവില്ലേ?
അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് എല്ലായിടത്തും ഒരു പരിധിയുണ്ട്. സത്യത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു പരിധി ഇവിടെ ഇല്ല എന്നാണ് പറയാനുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുമാത്രം മാധ്യമ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, ഈ അടുത്തിടെ ഒരു മലയാളം മാധ്യമ പ്രവർത്തകൻ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ കണ്ടതാണ്. മോദിയെ നേരിട്ട് കണ്ടിട്ടുള്ള, അഭിമുഖം എടുത്തിട്ടുള്ള ആളാണ്. പണ്ട് വളരെ മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നു മോദി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ നിരന്തരമായി വേട്ടയാടിയപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്, മാധ്യമങ്ങളെ അകറ്റി നിർത്തിയത്. അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ. വളരെ മീഡിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ മാധ്യമങ്ങൾ പരിധി വിട്ട് വേട്ടയാടിയപ്പോൾ അദ്ദേഹം അകറ്റി നിർത്തി. ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്തോ. ഉമ്മൻചാണ്ടി എന്ത് നല്ല മനുഷ്യനായിരുന്നു. കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ. ആ ചിരിക്കുന്ന മുഖം നമുക്കറിയില്ലേ, എന്ത് നല്ല മനുഷ്യൻ, എത്ര മീഡിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം നേരിട്ട മാധ്യമ വിചാരണ നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? അദ്ദേഹം മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ടു. എവിടെ നിന്നോ ആരൊക്കെയോ വന്നു ഉമ്മൻചാണ്ടിക്കെതിരെ കുറെ ആരോപണം ഉന്നയിച്ചു. അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ടവനായിട്ട് അവരങ്ങ് ചിത്രീകരിക്കുന്നു. മാധ്യമ വിചാരണയ്ക്ക് അദ്ദേഹത്തിനെ വിധേയനാക്കി. ഒടുവില് ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ഇതേ അദ്ദേഹത്തെ വേട്ടയാടിയ പല മാധ്യമങ്ങളും തന്നെ അദ്ദേഹത്തിനെതിരെ മുതലക്കണ്ണീരൊഴുക്കി. ഇതുപോലൊരു തങ്കപ്പെട്ട മനുഷ്യൻ വേറെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ അവരുടെ ആ വേട്ടയാടിയ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ ഇന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ തേനും പാലും ഒലിക്കും. അത്രയ്ക്ക് അങ്ങോട്ടങ്ങ് ഒലിപ്പിക്കും. അത്ര സ്നേഹമാണ് ഉമ്മൻചാണ്ടിയുടെ അവർക്ക്. ആ മനുഷ്യനെ ചെയ്യാൻ ഇനി ഒന്നുമില്ല കേരളത്തിലിട്ട്. VD സതീശൻ താരതമ്യേന ഒരു നല്ല പ്രതീക്ഷ നൽകുന്ന മുഖ്യമന്ത്രിയാണ്. യങ് ആയിട്ടുള്ള, താരതമ്യേന പൊളിറ്റീഷ്യൻസ് എടുക്കുമ്പോൾ യങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പലരും നല്ല വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നെങ്കിൽ കുറച്ച് കമ്പാരിറ്റീവ്ലി യങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ നമുക്കുണ്ട്. അദ്ദേഹം ഇന്റർവ്യൂകളിലും മറ്റുമൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു വിഷൻ ഉള്ള ലീഡറായിട്ടൊക്കെ തോന്നുന്നു. ഇനി അദ്ദേഹം ഭരിച്ച് പ്രൂവ് ചെയ്യട്ടെ. പക്ഷെ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതിനും മാധ്യമങ്ങളെ കാണുന്നതിനും ഒക്കെ ഒരു പരിധി വെച്ചോണം. ഇല്ലെങ്കിൽ ഇവരെടുത്ത് അങ്ങ് തലേലങ്ങ് ഉച്ചിയിൽ കയറ്റി വയ്ക്കും. എന്നിട്ട് മുകളീന്ന് ഇങ്ങ് താഴോട്ടൊരു ഇടലുണ്ട്. ആ ഇടല് താങ്ങാൻ പറ്റില്ല. അവര് തന്നെ, അവരുടെ ഒരു വിചാരം തന്നെ, നമ്മുടെ പല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും കരുതുന്നത് തന്നെ VD സതീശനെ അവര് മുഖ്യമന്ത്രിയാക്കിയെന്നാണ്. അങ്ങനെ സ്വയം പുളകം കൊള്ളുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ജനാധിപത്യത്തിന് മുകളിൽ ഇവിടെ ആര് ഭരിക്കണം, ആര് പരാജയപ്പെടണം, ജയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് കരുതുന്ന ഒരു ലോബി നമ്മുടെ നാട്ടിലുണ്ട്, ലോകത്തൊട്ടാകെയുണ്ട്. സോ അതുകൊണ്ട് മാധ്യമങ്ങളെ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണം. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പറ്റുമോ? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പറ്റുമോ? മാധ്യമങ്ങൾക്ക് സത്യത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. ഒരു ലക്ഷ്മണ രേഖ എല്ലാത്തിനും ആവശ്യമാണ്, എല്ലാ മേഖലയിലും ആവശ്യമാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരുടെയും സ്വകാര്യതയിലേക്ക് കയറാനും ഡ്രോൺ പറത്തി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്താനുള്ള ഒന്നല്ല. പല മാധ്യമങ്ങൾ ആ ലെവലിലോട്ട് വരെ പോകുന്നുണ്ടേ. അതായത് മാധ്യമങ്ങൾ തന്നെ ചോദ്യങ്ങൾ അങ്ങോട്ട് ഇട്ടുകൊടുക്കും. ഇപ്പോൾ BJPയുടെ ഒരു MLA കാണുമ്പോൾ ലീഗിന്റെ കാര്യത്തെ ചേർത്തുകൊണ്ട് മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ ലീഗിന്റെ കയ്യിലാണോ കോൺഗ്രസ് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ കുത്തിക്കയറ്റിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിന്റെ ടൈറ്റിലും വാർത്തയുടെ തലക്കെട്ടും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് കമന്റ്സ് അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഗിന്റെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ BJPക്കെതിരെ RSSനെതിരെയും ഉള്ള വാചകങ്ങൾ വളച്ചൊടിച്ച് ഒരു ചോദ്യം എന്നതിലുപരിയായിട്ട് ഈ മാധ്യമ പ്രവർത്തകൻ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ചോദിച്ചിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. എങ്ങാനും അവിടെ ഇവിടെയും തൊടാതെ ഒരു മറുപടി പറഞ്ഞാൽ പോലും ഉടനെ തന്നെ അത് ലീഗ് BJPക്കെതിരെയും അല്ലെങ്കിൽ RSSനെതിരെയും പറഞ്ഞതായിട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് MLA കാണുമ്പോഴും ചെയ്യും, ഇത് കോൺഗ്രസ് MLA കാണുമ്പോഴും ചെയ്യും. അതായത് അവിടെ നിന്ന് കുറെ കുത്തും, ഇവിടെ നിന്നും കുത്തും, 4 സൈഡിൽ നിന്ന്. കട്ടപ്പ ഒരാളെ കുത്തിയെങ്കിൽ പല മാധ്യമ പ്രവർത്തകരും കയ്യിൽ 4 വാളും കൊണ്ടാണ് നടക്കുന്നത്. 4 സൈഡിൽ നിന്നും കുത്തും. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളെല്ലാം പുണ്യാളന്മാരാണ്, മാധ്യമ പ്രവർത്തകരെല്ലാം പുണ്യാളന്മാരാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഇതേ നമ്മുടെ നാട്ടിൽ തന്നെ നിഷ്പക്ഷരായ മാധ്യമ പ്രവർത്തകരുണ്ട്, നിഷ്പക്ഷമായ മാധ്യമങ്ങളുണ്ട്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാധ്യമങ്ങളുമുണ്ട്. അപ്പോൾ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും ആവശ്യമാണ്. കാരണം സാധാരണക്കാരുടെ ശബ്ദം കൂടിയാണ് അവർ. എന്നാൽ അതിനിടയിലും കച്ചവട താല്പര്യങ്ങളുള്ള അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ടീമുകളും ഉണ്ട്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ മാധ്യമ പ്രവർത്തക, പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തക അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ വന്നത്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ആ ഒരു സംയുക്ത പ്രസ്താവനയ്ക്കിടയിൽ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് വരുന്നു. എന്നിട്ട് പ്രധാനമന്ത്രി ഇറങ്ങി പോകുമ്പോൾ ഒരു ചോദ്യം അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് ചോദിക്കുന്നു, അത് വീഡിയോ എടുക്കുന്നു. അപ്പൊ അവർക്ക് ഫെയിമിന് വേണ്ടിയിട്ടോ ഒരു വാർത്താ ദാരിദ്ര്യം കൊണ്ട് വാർത്തയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് അറിയാം എവിടെ എന്ത് പറയണം, എപ്പോൾ പറയണം. ഇങ്ങനെ കണ്ണിക്കണ്ട എല്ലാ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് സൗകര്യമില്ല, ഒരു സൗകര്യമില്ല. പുള്ളിക്ക് തോന്നുമ്പോൾ പറയും.
പ്രധാനമന്ത്രിക്ക് മറുപടി പറയാൻ തോന്നിയാൽ പറയും, ഇല്ലെങ്കിൽ പറയില്ല. സൗകര്യമുണ്ടെങ്കിൽ വന്നാൽ മതി, സൗകര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിക്കും ആരോട് സംസാരിക്കണം, ആർക്കൊക്കെ മറുപടി കൊടുക്കണം എന്നൊക്കെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.